ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പുതിയൊരു മെറ്റീരിയൽ കിറ്റായിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ഒരു റെഡ് ഹാർട്ടോ എന്തെങ്കിലും ഒരു കമൻറ്റ് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ജസ്റ്റ് ഒരു സ്മൈലിയോ എന്തെങ്കിലും ഒന്നും കമൻറ്റ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാനായിട്ട് വിട്ടു പോകരുത് കേട്ടോ. നമുക്ക് ഒരുപാട് വ്യൂസ് ഉണ്ടാവാറുണ്ട്, പക്ഷേ ആരും തന്നെ ലൈക്ക് ചെയ്യണില്ല, എന്തുകൊണ്ടാണെന്നുള്ളത് അറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് പുതിയൊരു മെറ്റീരിയൽ കിറ്റുമായിട്ടാണ് കേട്ടോ. എന്താ പറയുക, ഒരുപാട് പേര് നമ്മളോട് പിന്നെയും ഹെയർ ബാൻഡ്സിൻ്റെ വെറൈറ്റി കളക്ഷൻ, ഇനിയിപ്പോൾ എന്താ പറയുക, ഒരു വെക്കേഷൻ്റെ ടൈമിലാണെങ്കിലും ഒരുപാട് പേർക്ക് ഫംഗ്ഷനും മാരേജ് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ സ്കൂൾ തുറന്നാലും കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതല്ലേ ഹെയർ ബാൻഡ്, ഹെയർ ക്ലിപ്പൊക്കെ. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഹെയർ ബാൻഡ്സിൻ്റെ തന്നെ കിറ്റ് കൊണ്ടുവരുമെന്ന് ചോദിച്ചുകൊണ്ട് പുതിയൊരു കിറ്റായിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് കംപ്ലീറ്റ്ലി ഡബിൾ പോളിഷ്ഡ് ആയിട്ട് വരുന്ന പേൾ ബീഡ്സ് ആണ് കേട്ടോ. ഡബിൾ പോളിഷ്ഡ് ബീഡ്സ് ആകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കളർ ഫെയ്ഡ് വരില്ല. നോർമൽ ബീഡ്സ് നിങ്ങൾ ഉപയോഗിക്കുകയെന്നുണ്ടെങ്കിൽ 1-2 യൂസിൽ തന്നെ അതിൻ്റെ കളർ, അതിൻ്റെ കോട്ടിങ് ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ഒരു ഡബിൾ പോളിഷ്ഡ് ബീഡ്സ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം വരില്ല. ആ ടൈപ്പ് ബീഡ്സ് കൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യത്തെ കിറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. ഫസ്റ്റ് നിങ്ങൾക്ക് ഇതാണ് നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ ബേസിക് ഡിസൈൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു ഡബിൾ പോളിഷ്ഡ് ബീഡ്സ് കോർത്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു ക്ലിപ്പ് സ്റ്റോൺ ഉണ്ടല്ലോ, ക്ലിപ്പ് സ്റ്റോണാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇടയിലായിട്ട് ക്ലിപ്പ് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികളുടെ ഹെയറിൻ്റെ ഭാഗത്ത് ഈ ഒരു ക്ലിപ്പ് സ്റ്റോൺ തിളങ്ങി നിൽക്കും. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ എൻ്റെ ടൈപ്പ് കൊടുത്തിട്ട് സിമ്പിളായിട്ട് നമ്മളിപ്പോൾ കുട്ടികൾ ചെയ്യുന്നവർക്കാണെങ്കിൽ പോലും കുട്ടികൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ കിറ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ എന്തൊക്കെ ഐറ്റംസാണ് കിറ്റിലുണ്ടാവുക. 150 രൂപയാണ് കിറ്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ മെറ്റീരിയൽസ് ഉണ്ടാവുമെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ 10 വയർ ഹെയർ ബാൻഡ്സ് ഉണ്ടാവും കേട്ടോ. കാരണം വയർ ഹെയർ ബാൻഡ് വെച്ച് കിറ്റ് ചെയ്യണതില്ല. അപ്പോൾ ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ ഒരു നിക്കൽ ഷെയ്ഡോ, അതല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ പുതിയ സ്റ്റോക്ക് വരുന്നത് കോപ്പർ ഷെയ്ഡാണെന്നുണ്ടെങ്കിൽ കോപ്പർ ഷെയ്ഡായിരിക്കും ഉണ്ടാവുക കേട്ടോ. പിന്നെ നമുക്ക് 10 കളേഴ്സിൽ വരുന്ന ഡബിൾ പോളിഷ്ഡ് ബീഡ്സ് ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ സ്റ്റോക്ക് ഉള്ളതിൽ നല്ല കളേഴ്സ് നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു കിറ്റിൽ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഏതെങ്കിലും ഒരു കളർ സ്റ്റോക്ക് ഔട്ട് ആവുകയെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു കളറ് ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കളേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സാണ് കേട്ടോ. അത് 10 ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറുകളാണ് വരുന്നത്. ഏതെങ്കിലും ഒരു കളർ സ്റ്റോക്ക് ഔട്ട് ആവുക എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും കളറ് ആഡ് ചെയ്യും. എല്ലാം ഡബിൾ പോളിഷ്ഡ് ആയിട്ട് വരുന്ന പേൾ ബീഡ്സ് ആണ്. അങ്ങനെ പെട്ടെന്ന് കളർ ഫെയ്ഡ് വരുന്ന ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവില്ല കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് ആ ഒരു സ്റ്റോൺ ഉണ്ടല്ലോ, സ്റ്റോണും കൊടുത്തിട്ടുണ്ട്. 10 ഹെയർ ബാൻഡ് ചെയ്യാൻ ആവശ്യമുള്ള. പിന്നെ എൻ്റെ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എൻ്റെ ടൈപ്പ് നമ്മളൊരു ഹെയർ ബാൻഡിന് ഏകദേശം ചെറിയ പീസായിട്ട് കണക്ക് ആക്കിയിട്ടുള്ളൂ. കാരണം ഇത് ജസ്റ്റ് വയർ ഹെയർ ബാൻഡിൽ ഒട്ടിച്ച് കൊടുക്കല്ല, അപ്പോൾ ചെറിയ പീസിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു കിറ്റിൻ്റെ ഒപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗമ്മില്ല, കയ്യിൽ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു 25 ml ചെറിയ ഗമ്മ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. 35 രൂപയാണ് കിറ്റിൻ്റെ ഒപ്പം വാങ്ങുമ്പോൾ റേറ്റ് വരിക കേട്ടോ. ഇതല്ലാന്നുണ്ടെങ്കിൽ വലിയതും B7000ൻ്റെ 110 ml അവൈലബിൾ ആണ് കേട്ടോ. അത് വേണമെന്നുണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗമ്മില്ലാതെ ഈ ഒരു കംപ്ലീറ്റ് കിറ്റിന് റേറ്റ് വരുന്നത്, ഗമ്മില്ലാതെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ജസ്റ്റ് അവർ എൻ്റെ ടൈപ്പ് കൊടുത്ത് ബീഡ്സ് കോർത്തെടുത്തിട്ട് ചെയ്താൽ മതി കേട്ടോ. ഡബിൾ പോളിഷ്ഡ് ബീഡ്സ് എന്ന് പറയുമ്പോൾ നമ്മളിത് ഈ ഒരു ഹെയർ ബാൻഡൊക്കെ ഡബിൾ പോളിഷ്ഡ് ആയിട്ടുള്ള ബീഡ്സിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതെനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 6 or 7 months ഒക്കെ ആയി മോള് ഡെയിലി സ്കൂളിലേക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഹെയർ ബാൻഡാണ്. പക്ഷേ ഇതിൻ്റെ കളർ ഫെയ്ഡൊന്നും ഈ ഒരു ബീഡ്സിന് വന്നിട്ടില്ല ഇതുവരെ. അതാണ് ഡബിൾ പോളിഷ്ഡ് ബീഡ്സ് നിങ്ങൾ ഉപയോഗിക്കുമ്പോഴുള്ള ആ ഒരു ബെനിഫിറ്റ്. ഈ ഒരു ഹെയർ ബാൻഡിലുള്ളത് നോർമൽ ബീഡ്സ് ആണ്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നോർമലും പോളിഷ്ഡ് ആയിട്ട് വരുന്ന ബീഡ്സ് തമ്മിലുള്ള വ്യത്യാസം. തുരുമ്പെടുക്കാനുള്ള ചാൻസും ഈ ഒരു കളർ കണ്ടത് ഇതുപോലെ കോട്ടിങ് ഇളകി വരും. ഇത് കണ്ടോ, ഇതുപോലെ ഈ ഒരു വൈറ്റ് കോട്ടിങ് വീഡിയോയിൽ കാണുന്നുണ്ടാവും തോന്നുന്നു. നമ്മൾ ചുരണ്ടി എടുത്ത് കഴിയുമ്പോൾ ഈ ഒരു വൈറ്റ് കോട്ടിങ് നോർമൽ ബീഡ്സിൽ നിന്ന് ഇളകി വരും. പക്ഷേ ഡബിൾ പോളിഷ്ഡ് ബീഡ്സിന് അങ്ങനെ കംപ്ലൈൻറ്റ് വരില്ല, നഖം കൊണ്ട് ഉരച്ചാലൊന്നും പോകില്ല. അപ്പോൾ ഈ ഒരു കിറ്റിൽ കംപ്ലീറ്റ് ആയിട്ടുള്ളത് ഡബിൾ പോളിഷ്ഡ് ബീഡ്സ് ആണ്. അപ്പോൾ 150 രൂപയാണ് കിറ്റിൻ്റെ റേറ്റ് വരുന്നത്. ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ കിറ്റ് ആവശ്യമുള്ളവർ താഴെ കൊടുത്തുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.